ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ഒരുപാട് പ്രത്യേകതകൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള വളരെയധികം അപൂർവമായിട്ടുള്ള ഒരു ദിവസമാണ്. ആ നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ എന്തൊക്കെയാണ് നാളത്തെ പ്രത്യേകത എന്നൊന്ന് പറയാം. നാളെ മാർച്ച് 3 ചൊവ്വാഴ്ച നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. ഒപ്പം തന്നെ ചന്ദ്രഗ്രഹണമുണ്ട്. 333 മാജിക് ഓപ്പൺ ആകുന്ന ദിവസമാണ്. അതും ചന്ദ്രഗ്രഹണ സമയത്താണ് ഈ ഒരു 333 മാജിക് പോർട്ടൽ. അത് നമുക്ക് വളരെയധികം ബെനിഫിറ്റ് നേടിത്തരും. ഒപ്പം തന്നെ പൗർണമി തിഥിയിലാണ് ഈ ഒരു 333 മാജിക് പോർട്ടൽ ഓണായി വന്നിരിക്കുന്നത്. ചന്ദ്രഗ്രഹണ സമയത്തും പൗർണമി സമയത്തുമൊക്കെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പം അത് വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം പവർ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നാളെ കുംഭമാസത്തിലെ പൂരം നക്ഷത്രമാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. ഒപ്പം തന്നെ നാളെ ലക്ഷ്മി ജയന്തിയാണ്. മഹാലക്ഷ്മിയുടെ പിറന്നാളായി കേരളത്തിലല്ലാതെ പുറത്തുള്ള എല്ലാ സ്റ്റേറ്റ്സിലും ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയിട്ടാണ്. ഇത്രമാത്രം മഹത്തരമായിട്ടുള്ള പ്രാധാന്യം നിറഞ്ഞ ദിവസമായ നാളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനായിട്ട് തീർച്ചയായും ശ്രമിക്കണം. ആറ്റുകാൽ പൊങ്കാല ഇടുന്നവരുണ്ടാകും, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നവരുണ്ടാകും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ഉള്ള സമയം വളരെ കുറച്ചാണെങ്കിലും ആ കുറച്ച് സമയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരുപാട് പേര് ഒരു സംശയം ചോദിച്ചിരുന്നു. ഇന്നലെ ചന്ദ്രഗ്രഹണത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗ്രഹണ സമയത്ത് ദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് അന്നദാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണെന്നുള്ളത്. ഒരുപാട് പേരുടെ ഒരു സംശയമായിരുന്നു. ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ദാനം ചെയ്താൽ എന്താണ്, അത് ഫലമാണോ ദോഷമല്ലേ എന്നുള്ളത്. ഞങ്ങളുടെ ഗുരുജി എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അതായത് ഗ്രഹണ സമയത്ത് നമുക്ക് ജാതകദോഷം, ഗ്രഹദോഷം പോലുള്ള വലിയ വലിയ ദോഷങ്ങൾ ഉണ്ടായിരിക്കും. ആ ഗ്രഹണ സമയത്ത്, ആ ഒരു പീക്ക് ടൈമിൽ, പ്രത്യേകിച്ച് ഗ്രഹണം തീരാറാകുന്ന ഒരു സമയം, ഞാൻ നിങ്ങളോട് ഇന്നലെ ആ ഗ്രഹണ സമയത്ത് ഏതാണ് പീക്ക് ടൈം എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആർക്കെങ്കിലും ദാനം കൊടുത്താൽ, അത് എന്ത് ദാനമായാലും, അന്നദാനമായാലും, അതായത് ഭക്ഷണമായാലും, അരി, പച്ചക്കറി പോലുള്ള വസ്തുക്കളായാലും, വസ്ത്രമായാലും ദാനം ചെയ്താൽ അതിന് ഇരട്ടി ഫലമാണ്. കാരണം ഗ്രഹണ സമയത്ത് ജപത്തിനും ദാനത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും. അത് നമുക്ക് ലക്ഷം മടങ്ങായി തിരിച്ചും കിട്ടും. ഗ്രഹണ സമയത്ത് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണത്തിന് ഒരിക്കലും ദോഷമുണ്ടാവില്ല. അത് കൊടുക്കുന്ന വ്യക്തിക്കാണെങ്കിലും അത് കഴിക്കുന്ന വ്യക്തിക്കാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഗ്രഹണ സമയത്തെ തീർച്ചയായും നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കണം. ദാനം കൊടുക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. ഒരു ദോഷവും ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണം കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അതുമാത്രവുമല്ല, ഗ്രഹണ സമയത്ത് ദാനം നേരിട്ട് കൊടുക്കാൻ പറ്റാത്തവർ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. അപ്പോൾ നാളെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 333 മാജിക് പോർട്ടൽ ഓണാകുന്ന സമയം. നാളെ നിങ്ങൾക്ക് ഞാൻ 2 സമയങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ നാളെ അതികാലെ ബ്രഹ്മമുഹൂർത്ത സമയമുണ്ടല്ലോ, ആ ഒരു സമയം 3 മണി മുതൽ 3:59 ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് എഴുതാം. അതിൽ തന്നെ 3:33 എന്നുള്ള ആ ഒരു ഓസ്പീഷ്യസ് ടൈമിൽ തുടങ്ങുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ആ സമയത്ത് നമുക്ക് പൗർണമി തിഥിയും 333 മാജിക് പോർട്ടലും മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് എഴുതാം. അങ്ങനെ അല്ലെങ്കിൽ നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്കും 3:59 ഇടയ്ക്കുള്ള സമയം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു 3:33 എന്നുള്ള ആ ഒരു സമയം, ആ ഒരു സമയത്തോ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ചന്ദ്രഗ്രഹണം തുടങ്ങിയ സമയമാണ്. പൗർണമി തിഥിയുണ്ട്. 333 മാജിക് പോർട്ടൽ ഓണാകുന്ന സമയം. അപ്പം ഇതിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ. അതും ഏതെങ്കിലും ഒരേ ഒരു ആഗ്രഹം മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊരു A4 ഷീറ്റ് പേപ്പർ എടുക്കണം. ലൈൻസ് ഒന്നുമില്ലാത്തൊരു പേപ്പർ മതി. അതിനുശേഷം ബ്ലാക്ക് കളർ ഒഴിച്ചുള്ള ഏതൊരു പേനയോ സ്കെച്ച് പെന്നോ മാർക്കറോ എടുക്കാവുന്നതാണ്. 1 മുതൽ 33 വരെ നമ്മൾ നമ്പർ ഇടുക. നമ്പർ ഇട്ടതിന് ശേഷം താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നടന്നു കിട്ടി.
അതായത് നന്ദി പ്രപഞ്ചമേ, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി, ഞാൻ ആഗ്രഹിച്ച വിവാഹം എനിക്ക് നടന്നു, ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ആരോഗ്യം നന്നായിരിക്കുന്നു, ഞാൻ ആഗ്രഹിച്ച ആളുമായിട്ടുള്ള വിവാഹം നടന്നു, ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ ജീവിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് 33 പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ്. 33 പ്രാവശ്യം എഴുതി ആ പേപ്പർ മടക്കി നമ്മൾ നമ്മുടെ ഫോൺ കേസിലോ പില്ലോയ്ക്കുള്ളിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും സുഗന്ധവ്യഞ്ജനങ്ങൾ, ഏലക്ക, ഗ്രാമ്പൂ പോലെയുള്ളതിൻ്റെ അകത്തായിട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. 3 ദിവസത്തിന് ശേഷം നമ്മൾക്കതെടുത്ത് കത്തിച്ചു കളയാം. അതായത് 3, 4, 5, 6-ാം തീയതി അതെടുത്ത് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ്. വിശ്വാസപൂർവ്വം ചെയ്താൽ തീർച്ചയായും അതിനുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വന്നിരിക്കും. അത് 100% ഷുവറാണ്. മാനിഫെസ്റ്റേഷൻസ് എല്ലാവരും ചെയ്യുന്നതാണ്. നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അത്രമാത്രം പവറുള്ള ഒരു മാനിഫെസ്റ്റേഷൻ 333 പോർട്ടലാണ് നാളത്തെ ദിവസം വരുന്നത്. ആ ഒരു സമയം ഏതാണെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മി ജയന്തിയാണ്. നമ്മുടെ കേരളത്തിലുള്ള വിശ്വാസപ്രകാരം തൃക്കാർത്തികയാണ് മഹാലക്ഷ്മിയുടെ ജന്മദിനമായിട്ട് നമ്മളൊക്കെ ആഘോഷിക്കുന്നത്. എന്നാൽ ഫാൽഗുന മാസത്തിലെ വെളുത്തപക്ഷ പൗർണമിയും പൂരം നക്ഷത്രവും കൂടി ചേരുന്ന ദിവസമാണ് മഹാലക്ഷ്മി ദേവി പാൽക്കടലിൽ നിന്ന്, അതായത് ദേവന്മാരും അസുരന്മാരും അമൃത് കടഞ്ഞ സമയത്ത് മഹാലക്ഷ്മി ദേവി പാൽക്കടലിൽ നിന്ന് പൊങ്ങി വന്നത് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസമാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ പിറന്നാൾ, ജന്മദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിന് മുൻപായിട്ട് പൗർണമി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന് സന്ധ്യയ്ക്ക് 5:30 ആരംഭിച്ചിട്ട് നാളെ സന്ധ്യയ്ക്ക് 5:37 പൗർണമി തിഥി അവസാനിക്കുകയും ചെയ്യും. പൂരം നക്ഷത്രവും പൗർണമിയുമാണ് മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനം എന്നതുകൊണ്ട് തന്നെ നമ്മൾ നാളെ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നാളെ പൂരം നക്ഷത്രം ആരംഭിക്കുന്നത് രാവിലെ 7:51 ശേഷവുമാണ്. അതുവരെ മകം നക്ഷത്രമാണ്. പലരും പല കാര്യങ്ങൾ കൊണ്ട്, ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് തിരക്കിലായതുകൊണ്ട് ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ ഒരു പൗർണമി തിഥി തുടങ്ങുന്ന ഇന്ന് സന്ധ്യയ്ക്ക് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. പൂരം നക്ഷത്രം ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ പൗർണമി തിഥി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം ലക്ഷ്മി ദേവിയെ ഞാൻ നിങ്ങൾക്കൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ അമ്മയെ അലങ്കരിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ എന്താണോ ഉള്ളത് അത് തുടച്ച് വൃത്തിയാക്കി, വിഗ്രഹമാണെങ്കിൽ പഞ്ചാമൃതമൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്ത് അമ്മയ്ക്ക് പറ്റുന്നത്ര പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. ഞാനിവിടെ 8 താമരപ്പൂക്കൾ കൊണ്ട് ലക്ഷ്മി ദേവിയെ അലങ്കരിച്ചിട്ടുണ്ട്. മുല്ലപ്പൂവും അതേപോലെ വെളുത്ത റോസാപ്പൂവും ഒക്കെ ദേവിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവനവന് കിട്ടുന്ന പൂക്കൾ അതേപോലെ എന്തൊക്കെയാണോ അതൊക്കെ കൊണ്ട് അലങ്കരിക്കുക. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, സമയമില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമ്മുടെ മക്കളുടെ ജന്മദിനമൊക്കെ നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നു അതിലും ഒരുപടി കൂടുതലായി ലക്ഷ്മി ദേവിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അമ്മയ്ക്ക് കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് അമ്മ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ആ ഒരു പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട്, നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത് ദേവിക്കറിയാം. അപ്പം കയ്യിലുള്ള പൈസ കൊണ്ട് ദേവിയെ അലങ്കരിച്ച് എത്രമാത്രം സുന്ദരിയാക്കാമോ അത്രമാത്രം സുന്ദരിയാക്കുക. അമ്മയ്ക്ക് നാളെ പുതിയ സാരിയൊക്കെ വാങ്ങിച്ച് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ പുതിയ ബ്ലൗസ് പീസ് ആണെങ്കിലും മതിയാവും. കോടീശ്വര യോഗത്തിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നാളെ ഒരു ബ്ലൗസ് പീസോ സാരിയോ സമർപ്പിച്ച് ഒപ്പം തന്നെ പച്ച കുപ്പിവളകളും സമർപ്പിച്ച് മഞ്ഞൾ കുങ്കുമം ഒക്കെ വെച്ച് വെള്ളിയോ സ്വർണ്ണമോ ഒക്കെ വെച്ച് ദേവിക്ക് നമ്മളത് താമ്പൂലമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി അമ്മയ്ക്ക് അർച്ചന ചെയ്യും. നമസ്തേസ്തു മഹാമായ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം 8 പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അത് ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഞാനൊരു മന്ത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ചൊല്ലി പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക. അവസാനം ദേവിക്ക് പൂമൂടൽ അല്ലെങ്കിൽ പൂക്കൾ കൊണ്ടുള്ള അഭിഷേകവും നടത്തണം. അതായത് ഞാൻ ഈ പറയുന്നതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അഷ്ടോത്തരം ജപിക്കാം, മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം, അതേപോലെ തന്നെ
ഞാൻ ഈ പറയുന്ന 27 മന്ത്രങ്ങൾ ഇതെല്ലാം ചൊല്ലി ധൂപദീപ ആരതി എടുക്കണം. ആരതി എടുത്ത് നിവേദ്യം സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിലുള്ള പൂക്കൾ, ഇപ്പം ഒരേ ഒരു പുഷ്പമാണ് കയ്യിലുള്ളതെങ്കിലും അതിൻ്റെ ഇതളുകളെല്ലാം അടർത്തിയെടുക്കണം. ഒരുപാട് പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ ആ പുഷ്പങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നമ്മുടെ കയ്യിൽ പിടിച്ച്, ഇതളുകളെല്ലാം അടർത്തി ഒന്നിച്ച് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് ചൊല്ലി ദേവിക്ക് ആ പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പ അഭിഷേകം നടത്തണം. ആ പുഷ്പ അഭിഷേകത്തിൽ ദേവി തീർച്ചയായും സംപ്രീതയാകും. അമ്മയുടെ മനസ്സ് കുളിരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനവരവും സാമ്പത്തിക അഭിവൃദ്ധിയും ദേവി നമുക്ക് തന്ന് അനുഗ്രഹിക്കും. അതിനുശേഷം നമുക്ക് നിവേദ്യം സമർപ്പിക്കാം. പൗർണമി തിഥികളിൽ സാധാരണ വെള്ള വസ്തുക്കളാണ് നമ്മൾ ദേവിക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത്. പാല് കാച്ചി വെക്കാം, പാൽപ്പായസം, പാൽപേട, അതേപോലെ കൈതച്ചക്ക, മാതള നാരങ്ങയിൽ തേനൊഴിച്ച് വെക്കുക. നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ നിറച്ച് നമ്മൾ വെക്കണമെന്നൊന്നുമില്ല, പക്ഷേ ശ്രമിക്കുക. നെല്ലിക്ക കിട്ടുമെങ്കിൽ നെല്ലിക്ക തീർച്ചയായിട്ടും സമർപ്പിക്കണം. അതേപോലെ തന്നെ അമ്മയ്ക്ക് 2 സൈഡിലും 2 ദീപങ്ങൾ കൊളുത്തി വെക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് കൂവളത്തില സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ശ്രീ സൂക്തം നാളത്തെ ദിവസം ജപിക്കുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ അതും വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആ മന്ത്രം എന്താണെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കാം. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം മഹാലക്ഷ്മിയേ നമ. ഇതാണ് 27 പ്രാവശ്യം നമ്മൾ ചൊല്ലി അർച്ചന ചെയ്യേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നാളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിനു മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ച് പറ്റാവുന്ന പൂക്കളൊക്കെ സമർപ്പിച്ച് ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ചൊല്ലിയാലും മതിയാവും. അതേപോലെ പൂരം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാൻ ശുക്രൻ്റെ 2ാമത്തെ നക്ഷത്രമാണെന്നാണ് പറയുന്നത്. പൂരം നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് നമ്മുടെ കട്ടിലിൻ്റെയൊക്കെ കാലുണ്ടല്ലോ വളഞ്ഞിരിക്കുന്ന ആ ഒരു കോലമാണ്. വിവാഹം ഒരുപാട് നാളായി പല രീതിയിലും ശ്രമിച്ചിട്ടും നടക്കാത്തവർ ഈ ഒരു പൂരം നക്ഷത്രം, അതായത് കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് കട്ടില്, ബെഡ് ഇവയൊക്കെ വാങ്ങി ദാനം ചെയ്യുന്നത് ആ ദോഷം മാറി വളരെ പെട്ടെന്ന് കല്യാണം നടക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ ചൊവ്വാഴ്ച നിങ്ങൾ ദുർഗാക്ഷേത്രത്തിൽ പോയി നാരങ്ങാദീപം കൊളുത്തുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം തീർച്ചയായിട്ടും അത് ചെയ്യണം. കുംഭമാസത്തിലെ പൂരം നക്ഷത്ര ദിവസത്തിൽ വരുന്ന രാഹുകാല സമയത്ത് നമ്മൾ ദുർഗാക്ഷേത്രത്തിൽ പോയി ദീപം കൊളുത്തുന്നത് വളരെ വളരെ നല്ലതാണ്. അതായത് നാരങ്ങാദീപം അത് ചൊവ്വാഴ്ചയോട് കൂടി വന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഏറും. കുംഭമാസത്തിലെ പൂരം നക്ഷത്രം സൂചിപ്പിക്കുന്നത് അഷ്ടഭുജ ദുർഗയെയാണ്, അതായത് 8 കൈകളുള്ള ദുർഗാദേവിയെ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ, ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറക്കാതെ അവിടെ അമ്മയ്ക്ക് മുൻപിൽ നാരങ്ങാദീപം കൊളുത്തണം. നാളെ രാഹുകാല സമയം എന്ന് പറയുന്നത് 3 മുതൽ 4:30 വരെയുള്ള സമയമാണ്. അപ്പോൾ ആ സമയം ആസ് യൂഷ്വൽ ക്ഷേത്രം അടച്ചിരിക്കും. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് അതിന് മുൻപായിട്ട് പോകാൻ പറ്റുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം തുറന്നതിന് ശേഷം ആ ഒരു നാരങ്ങാദീപം കൊളുത്താവുന്നതാണ്. രാഹുകാലത്ത് കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നാളെ പൂരം നക്ഷത്രമുള്ള ഏതൊരു സമയത്തും നമ്മൾക്കിത് കൊളുത്താവുന്നതാണ്. അതുകൊണ്ട് അത് കൊളുത്താൻ ശ്രമിക്കണം. ഒപ്പം തന്നെ നാളെ ദേവീക്ഷേത്രത്തിൽ നാരങ്ങാമാലയും ചുമന്ന കളറിലെ സാരി അല്ലെങ്കിൽ പട്ട് വാങ്ങിച്ച് സമർപ്പിക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് തരും. അടുത്തത് പൗർണമി പരിഹാരങ്ങൾ. പൗർണമി പരിഹാരങ്ങൾ ചെയ്യുന്നവരൊക്കെ ഇന്ന് വൈകിട്ട് വേണം പൗർണമി പരിഹാരങ്ങൾ ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സന്ധ്യയ്ക്ക് പൗർണമി തിഥി ആരംഭിക്കും. രാത്രി മുഴുവൻ മുഴുനീള പൗർണമി ഉള്ളത് ഇന്ന് ആയതുകൊണ്ട് തന്നെ ഇന്ന് വേണം ചെയ്യാൻ. ചന്ദ്രപൊങ്കാല ഇടുന്നവർ, വാട്ടർ മാനിഫെസ്റ്റേഷൻ റിച്വൽ ചെയ്യുന്നവർ, അതേപോലെ തന്നെ നമ്മൾ വെറ്റിലയുടെ നടുക്ക് വെള്ളി നാണയ പരിഹാരം ചെയ്യാറുണ്ടായിരുന്നു, അത് ചെയ്യുന്നവർ, അതൊക്കെ നമ്മൾ ഇന്ന് വേണം ചെയ്യാൻ. ഒപ്പം തന്നെ ചന്ദ്രനെ നോക്കി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്, അതും നമ്മൾ ഇന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇന്ന് മറക്കാതെ അതൊക്കെ ചെയ്യണം. പിന്നെ ലക്ഷ്മി പൂജയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നാളെ ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ ഇന്ന് ചെയ്തോളൂ. ഗ്രഹണ സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഞാനിതിൽ പറയുന്നില്ല. ഇനി വളരെ എളുപ്പത്തിൽ ധനവരവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പൗർണമി തിഥിയിൽ ചെയ്യേണ്ടുന്ന ഒരു റിച്വലിനെ കുറിച്ച് പറയാം. ഇത് ഇന്ന് ചെയ്യാം, നാളെയും ചെയ്യാവുന്നതാണ്. നാളെ ചെയ്യുമ്പം നാളെ ആ ഒരു ചന്ദ്രഗ്രഹണത്തിന് മുൻപായിട്ട് ഏകദേശം ഒരു 1 മണിക്ക് മുൻപായിട്ട് തന്നെ ചെയ്യണം. കാരണം ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത് 3:20 അതിൻ്റെ
എനർജി ഓൾറെഡി ഒരു 3-4 മണിക്കൂർ മുമ്പ് തന്നെ ഭൂമിയിലോട്ട് വന്ന് പതിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് 5:30 അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം നാളെ ഉച്ചയ്ക്കൊരു 1 മണിക്ക് മുൻപായിട്ട് ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മണി റിച്വൽ ചെയ്യാവുന്നതാണ്. ഒന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. താമരപ്പൂവ് കിട്ടുമെങ്കിൽ ഒരു താമരപ്പൂവ് വാങ്ങി നമ്മുടെ വലത്തേ കൈയിൽ വെച്ചിട്ട് ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ചൊല്ലി ആ താമരപ്പൂവ് ഒരു റെഡ് കളറിലെ ക്ലോത്തിൽ കെട്ടി പൈസ വെക്കുന്നിടത്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് ആ പൗർണമി നിലാവ് ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ്. കാരണം ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ്. ഇത് വളരെ പെട്ടെന്ന് ധനത്തെ അട്രാക്റ്റ് ചെയ്യും. മഹാലക്ഷ്മി വസിക്കുന്ന താമരപ്പൂവാണ്. താമരപ്പൂവാണെങ്കിൽ അഷ്ടമംഗള വസ്തുക്കളിൽ ഒന്നാണ്. അതിനും ധനത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു താമരപ്പൂവ് കയ്യിൽ പിടിച്ച്, ഫ്രഷ് ആയിട്ടുള്ള താമരപ്പൂവ്, ലക്ഷ്മി ദേവിക്ക് നമ്മൾ സമർപ്പിച്ച താമരപ്പൂവാണെങ്കിലും ആ താമരപ്പൂവ് എടുത്ത് കയ്യിൽ പിടിച്ച് ചൊല്ലിയാൽ മതിയാവും. വെള്ള നിറത്തിലെയോ പിങ്ക് നിറത്തിലെയോ ഏത് കളറിലെ താമരപ്പൂവായാലും മതിയാവും. താമരപ്പൂവിനാണ് ഏറ്റവും ഫലം കൂടുതൽ. ഇനി താമരപ്പൂവ് കിട്ടാനില്ലാത്തവർക്ക് ഒരു കൂവളത്തില എടുക്കാം. കൂവളത്തില എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ച് ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം 108 പ്രാവശ്യം ചൊല്ലി ഇതേപോലെ വെച്ചിരിക്കുക. അത് അടുത്ത വർഷത്തിലെ ഈ വരുന്ന ഫാൽഗുന മാസത്തിലെ ലക്ഷ്മി ജയന്തി പൗർണമി വരെ അവിടെ തന്നെ ഇരുന്നോട്ടെ. അത് നമുക്ക് വളരെ പെട്ടെന്ന് ധനത്തെ അട്രാക്റ്റ് ചെയ്തു തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. താമരപ്പൂവും കൂവളത്തിലെയും അല്ലാതെ ഇവിടെ മറ്റു ഓപ്ഷൻസ് ഒന്നും തന്നെയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ. നല്ല ഫലം നിങ്ങൾക്ക് ധനവരവിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.